ഹലോ, അപ്പോൾ ഞാനിവിടെ ഇലാസ്റ്റിസിറ്റിയുടെ തേർഡ് പാർട്ടാണ് എടുക്കുന്നത്. ടോർഷൻ പെൻഡുലം. ടോർഷൻ പെൻഡുലം പറയുമ്പോൾ ഒരു ഹെവി ഡിസ്ക് കൺസിഡർ ചെയ്യുക. അതിൻ്റെ മാസ് ക്യാപിറ്റൽ എം, റേഡിയസ് ക്യാപിറ്റൽ ആർ, പിന്നെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ക്യാപിറ്റൽ ഐ ആണ്. ആ ഹെവി ഡിസ്ക് നമ്മൾ ഒരു മെറ്റാലിക് വയർമ സസ്പെൻഡ് ചെയ്തിട്ട് അതൊരു റിജിഡ് സപ്പോർട്ടിൽ ഫിക്സ് ചെയ്യുക. എന്നിട്ട് ആ ഡിസ്കിനെ നമ്മൾ സ്ലൈറ്റ്ലി ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക, ഒരു സൈഡിലേക്ക് സ്ലൈറ്റ്ലി റൊട്ടേറ്റ് ചെയ്യുക. അപ്പം നമുക്കവിടെ ഒരു തീറ്റ ഫോം ചെയ്യും. ആ തീറ്റയാണ് ആംഗിൾ ഓഫ് ട്വിസ്റ്റ്. അപ്പോൾ അവിടെ സ്ലൈറ്റ്ലി നമ്മൾ ഒരു റൊട്ടേഷൻ കൊടുക്കുമ്പോൾ അവിടെ ടോർഷണൽ ഓസിലേഷൻ നടക്കും. അങ്ങനെ അറ്റ് ഇക്വിലിബ്രിയം പോയിന്റിൽ ഡീഫോമിംഗ് ഫോഴ്സ് വിൽ ബി ഈക്വൽ ടു റീസ്റ്റോറിംഗ് കപ്പിൾ. ഡീഫോമിംഗ് ഫോഴ്സും റീസ്റ്റോറിംഗ് കപ്പിളും ഈക്വൽ ആവും. അതായത് ഡീഫോമിംഗ് ഫോഴ്സ് അറിയുമ്പോൾ ഫോഴ്സ് ഈസ് ഈക്വൽ ടു ഐ ആൽഫ, പിന്നെ റീസ്റ്റോറിംഗ് കപ്പിൾ ടോ ഈസ് ഈക്വൽ ടു സി തീറ്റ. അത് നമുക്ക് നേരത്തെ കിട്ടിയതാണ്. അപ്പോൾ ഐ ആൽഫ ഈസ് ഈക്വൽ ടു സി തീറ്റ എന്ന് നമുക്ക് കിട്ടി. അതിൽ ആൽഫ എന്ന് പറഞ്ഞാൽ ആംഗുലർ ആക്സിലറേഷൻ ആണ്. അപ്പോൾ ആംഗുലർ ആക്സിലറേഷൻ നമുക്കറിയാം. ആക്സിലറേഷൻ്റെ ഇക്വേഷൻ എന്താ? ഡി സ്ക്വയർ എക്സ് ബൈ ഡി ടി സ്ക്വയർ ആണ് അല്ലേ? നമ്മളിപ്പോൾ വെലോസിറ്റിൻ്റെ പറയുകയാണെങ്കിൽ ഡി എക്സ് ബൈ ഡി ടി ആണ്. അപ്പോൾ ഇവിടെ ആൽഫ ഇസ് ഈക്വൽ ടു ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ എന്നാവും നമുക്ക് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ ആ ഇക്വേഷൻ ഇതാ, ഐ ആൽഫ ഇസ് ഈക്വൽ ടു സി തീറ്റ. അതിലേക്ക് നമ്മൾ ഈ ആൽഫയുടെ വാല്യൂ ഇക്വേറ്റ് ചെയ്യാണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഐ ഇൻറ്റു ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ ഈസ് ഈക്വൽ ടു മൈനസ് സി തീറ്റ. അവിടെ എങ്ങനെ മൈനസ് വന്നതെന്ന് വെച്ചാൽ നമ്മുടെ റീസ്റ്റോറിംഗ് കപ്പിളും ഡീഫോമിംഗ് കപ്പിളും ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അതിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ ആ നെഗറ്റീവ് വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ ആ സി തീറ്റനെ ഈ സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ, റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ ഐ ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ പ്ലസ് സി തീറ്റ ഈസ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് കിട്ടും. അതിന് നമ്മൾ ഡിവൈഡഡ് ബൈ ഐ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡി സ്ക്വയർ തീറ്റ ബൈ ഡി ടി സ്ക്വയർ പ്ലസ് സി ബൈ ഐ തീറ്റ ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. അതാണ് ഇക്വേഷൻ ഓഫ് സിമ്പിൾ ഹാർമോണിക് മോഷൻ. അതായത് നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി യൂസ് ചെയ്ത് നമുക്ക് ഈ ടോർഷണൽ ഓസിലേഷൻ ഒരു സിമ്പിൾ ഹാർമോണിക് ആണെന്ന് നമുക്ക് പറയാൻ കഴിയും. അതാണ് നമ്മളിവിടെ കണ്ടെത്തിയിട്ടുള്ളത്. പിന്നെ W എന്ന് പറഞ്ഞാൽ ആംഗുലർ ഫ്രീക്വൻസിയാണ്. അപ്പോൾ W സ്ക്വയർ ഈസ് ഈക്വൽ ടു സി ബൈ ഐ. അതൊക്കെ നമ്മൾ മുന്നേ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ W സ്ക്വയർ ഈസ് ഈക്വൽ ടു സി ബൈ ഐ, which means W is equal to root of C by I എന്ന് നമുക്ക് കിട്ടും. root of C by I അതാണ് ആംഗുലർ ഫ്രീക്വൻസി. അപ്പോൾ ടൈം പീരിയഡ് ഓഫ് ഓസിലേഷൻ E is equal to 2 pi by W ആണ്. നമുക്ക് W എന്താണെന്ന് കിട്ടിയിട്ടുണ്ട്? root of C by I ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ T is equal to 2 pi by root C by I. അതിനൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് ഇവിടെ ടൈം പീരിയഡ് ഓഫ് ഓസിലേഷൻ കിട്ടും. T is equal to 2I root I by C. അതാണ് ടോർഷൻ പെൻഡുലത്തിൻ്റെ ടൈം പീരിയഡ്. പിന്നെ നമുക്ക് C is equal to pi n r raised to 4 by 2L ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതും നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. ഇവിടെ n എന്ന് പറഞ്ഞാൽ റിജിഡിറ്റി മോഡുലസ് ആണ്. അപ്പോൾ അതുകൂടി നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 pi root 2IL by pi n r raised to 4 എന്ന് കിട്ടി. അതിന് നമ്മൾ സ്ക്വയർ ചെയ്യണം. സ്ക്വയർ ചെയ്യുക, എല്ലാ രണ്ട് ഭാഗവും സ്ക്വയർ ചെയ്യുമ്പോൾ T സ്ക്വയർ ഇസ് ഈക്വൽ ടു 8 pi I by r raised to 4 into L by n എന്ന് നമുക്ക് കിട്ടും. അതിൽ T എന്ന് പറഞ്ഞാൽ ടൈം പീരിയഡ് ഓഫ് ഓസിലേഷൻ, പിന്നെ R റേഡിയസ് ഓഫ് ദി വയർ, സ്മോൾ ലെറ്റർ R ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അത് റേഡിയസ് ഓഫ് വയർ ആണ്. I മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ, L പറയുന്നത് ലെങ്ത് ഓഫ് വയർ. അപ്പോൾ അതിനെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്ത് അതിൽ നിന്ന് നമ്മൾ N കാണുകയാണ്. N എന്ന് പറഞ്ഞാൽ റിജിഡിറ്റി മോഡുലസ്. റിജിഡിറ്റി മോഡുലസ് കാണുമ്പോൾ N ഈസ് ഈക്വൽ ടു 8 pi I by r raised to 4 into L by t സ്ക്വയർ നമുക്ക് കിട്ടും. അതാണ് റിജിഡിറ്റി മോഡുലസ്. അപ്പോൾ നമ്മളിവിടെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ഓഫ് ഡിസ്ക്, ഒരു ഡിസ്കിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യയാണ് ഇവിടെ കാണുന്നത്. ഡിസ്കിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ അറിയുമ്പോൾ അതിൽ I ഈസ് ഈക്വൽ ടു mr സ്ക്വയർ ബൈ 2 ആണ്. അത് കാണാതെ പഠിക്കുക. I ഈസ് ഈക്വൽ ടു mr സ്ക്വയർ ബൈ 2 എന്നുള്ളത് ഈ കിട്ടിയ റിജിഡിറ്റി മോഡുലസ് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുക N ഈസ് ഈക്വൽ ടു 4 pi m ക്യാപിറ്റൽ R റേസ് ടു സ്ക്വയർ ബൈ സ്മോൾ r റേസ് ടു 4 ഇൻറ്റു L ബൈ ടി സ്ക്വയർ എന്ന് നമുക്ക് കിട്ടും. അതാണ് മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ഓഫ് ഡിസ്ക്, റിജിഡിറ്റി മോഡുലസ്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും N ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു L. അതായത് റിജിഡിറ്റി മോഡുലസ് ഈസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു ദി
ലെങ്ത് ഓഫ് ദി വയർ. അതേപോലെ n ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/r⁴. സ്മോൾ ആർ ആണ്. സ്മോൾ ആർ എന്ന് പറഞ്ഞാൽ വയറിൻ്റെ റേഡിയസ്. അതാണ് ടോർഷൻ പെൻഡുലം. അടുത്ത ഹെഡിങ് ആണ് ബെൻഡിങ് ഓഫ് ബീംസ്. ബീം എന്ന് പറയുമ്പോൾ അത് എന്താണെന്ന് കൺസിഡർ ചെയ്യണമെന്ന് വെച്ചാൽ ലാർജ് നമ്പർ തിൻ പ്ലെയിൻ ലെയേഴ്സ് പാരലലി ഈച്ച് അതറായി അറേഞ്ച് ചെയ്തെക്കുക. അതാണ് ബീം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുമ്പോൾ ബ്രെഡ്ത്ത് തിക്നെസ് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ലെങ്ത്ത് ആണ് കൂടുതലുണ്ടാവുക. ലെങ്ത്ത് ആവും ലാർജ്. ഇപ്പോൾ ഒരു ബീമിന് നമ്മളൊരു ഡീഫോമിങ് ഫോഴ്സ് കൊടുത്തു. ഡീഫോമിങ് ഫോഴ്സ് കൊടുക്കുമ്പോൾ ആ ബീമിനൊരു ബെൻഡിങ് വരും. അത് ബെൻഡ് ചെയ്യും. അങ്ങനെ ബെൻഡ് ചെയ്യുമ്പോൾ ഈ ഫിഗർ നോക്കുക. അങ്ങനെ ബെൻഡ് ചെയ്തു. അതിൻ്റെ സെൻറ്ററിലൂടെ നമ്മൾ ഒരു ലൈൻ AB നമ്മൾ കൺസിഡർ ചെയ്തു. ആ ലൈൻ ABയുടെ മേലോട്ട് ഇലോങ്ങേഷൻ നടന്നിട്ടുണ്ട്. ആ ലെയർ ഇലോങ്ങേറ്റ് ചെയ്തിരിക്കുകയാണ്. ആ ABയുടെ അടിയിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ കംപ്രസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലെങ്ത്ത് കുറഞ്ഞൊക്കെയാണ് അവിടെ ചെയ്യുന്നത്. കംപ്രസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ആ ലൈൻ AB എന്ന് പറയുന്നത് റിമെയിൻ സെയിം. അതിനൊരു മാറ്റവും വരുന്നില്ല. അതവിടെ സെയിം ആയിട്ടാണ്. അതിനൊരു മാറ്റവും ഇല്ല. അതുകൊണ്ട് തന്നെ ആ ലെയർ, ആ ഒരു ചേഞ്ച് വരാത്ത ആ ലെയറിന് പറയുന്ന പേരാണ് ന്യൂട്രൽ ആക്സിസ്. ആ ന്യൂട്രൽ ആക്സിസ് നിൽക്കുന്ന സർഫേസിന് പറയുന്ന പേരാണ് ന്യൂട്രൽ സർഫസ്. അതിതാ ഇവിടെ നമ്മുടെ ടെക്സ്റ്റിൽ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. ഈ ഫിഗറിൽ EFGH ആ ലൈനാണ് ന്യൂട്രൽ ആക്സിസ് എന്ന് പറയുന്നത്. ആ ലൈന് അവിടെ ഒരു ചേഞ്ചും വരുന്നില്ല. അതിൻ്റെ മേലോട്ട് ഇലോങ്ങേഷൻ നടക്കുന്നുണ്ട്, താഴോട്ട് കംപ്രഷൻ നടക്കുന്നുണ്ട്. ഇനി ബെൻഡിങ് മൊമെൻറ്റ്. ബെൻഡിങ് മൊമെൻറ്റ് പറയുമ്പോൾ മൊമെൻറ്റിൻ്റെ ഇക്വേഷൻ എന്താ? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് അല്ലേ? അപ്പോൾ മൊമെൻറ്റ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. അതിന് നമുക്ക് ഫോഴ്സ് കാണണം. അപ്പോൾ അവിടെ നമ്മൾ യങ്സ് മോഡുലസിൻ്റെ ഇക്വേഷനിൽ നിന്ന് ഫോഴ്സ് കണ്ടെത്തുകയാണ്. അപ്പോൾ ഫോഴ്സ് ഈസ് ഈക്വൽ ടു y ഇൻറ്റു സ്ട്രെയിൻ ഇൻറ്റു ഏരിയ എന്ന് നമുക്ക് കിട്ടും. നമ്മൾ അവിടെ ഒരു ഡീഫോമിങ് ഫോഴ്സ് കൊടുക്കുമ്പോൾ അവിടെ അതുപോലെ ഒരു റീസ്റ്റോറിങ് കപ്പിളും ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇക്വിലിബ്രിയത്തിൽ അറ്റ് ഇക്വിലിബ്രിയം ഡീഫോമിങ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു റീസ്റ്റോറിങ് കപ്പിൾ. ഈ റീസ്റ്റോറിങ് കപ്പിളിൻ്റെ മൊമെൻറ്റിന് പറയുന്ന പേരാണ് ബെൻഡിങ് മൊമെൻറ്റ്. ആ റീസ്റ്റോറിങ് കപ്പിൾ നമ്മൾ ഡീഫോമിങ് ഫോഴ്സ് കൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന ആ റീസ്റ്റോറിങ് കപ്പിൾ അതിൻ്റെ മൊമെൻറ്റിന് പറയുന്ന പേരാണ് ബെൻഡിങ് മൊമെൻറ്റ്. പിന്നെ നമുക്കറിയാം ആർക്കിൻ്റെ ഇക്വേഷൻ എന്താണ്? ആംഗിൾ ഇൻറ്റു റേഡിയസ് ആണ്. അപ്പോൾ ഈ ഫിഗർ വെച്ചുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ആർക്ക് നോക്കുകയാണ്. അപ്പോൾ അതിൽ XY ഈസ് ഈക്വൽ ടു QR എന്നാവും നമുക്ക് കിട്ടുക. RQ എന്നാവും നമുക്ക് കിട്ടുന്നുണ്ടാവുക. പിന്നെ അത് ബെൻഡ് ചെയ്യുമ്പോൾ അത് എന്തായി മാറും? X', Y' ഈസ് ഈക്വൽ ടു R പ്ലസ് X ഇൻറ്റു തീറ്റ എന്നായി മാറും. അത് ബെൻഡ് ചെയ്യുമ്പോൾ അവിടെ അങ്ങനെ മാറും. അപ്പോൾ അതിൻ്റെ ലെങ്ത്തിൻ്റെ ഇൻക്രീസ് നമുക്ക് കാണണമെങ്കിൽ ആ X', Y' മൈനസ് XY ചെയ്താൽ നമുക്ക് അവിടെ എത്ര ലെങ്ത് ആണോ ഇൻക്രീസ് ചെയ്തത് അത് കാണാൻ കഴിയും. അത് നമുക്ക് കിട്ടുക ഇവിടെ X⁻ എന്നാണ് കിട്ടുക. പിന്നെ നമുക്ക് കാണുന്നത് സ്ട്രെയിൻ ആണ്. സ്ട്രെയിനിൻ്റെ ഇക്വേഷൻ കാണണം. സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത്. അപ്പോൾ ഇവിടെ X⁻/R⁻ ഇറ്റ്സ് ഈക്വൽ ടു X/R. അതാണ് സ്ട്രെയിൻ. അടുത്തത് y ഈസ് ഈക്വൽ ടു സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ സ്ട്രെസ് കാണുകയാണ്. സ്ട്രെസ് കാണുമ്പോൾ y ഇൻറ്റു സ്ട്രെയിൻ കിട്ടും. സ്ട്രെയിൻ നമുക്ക് ഇവിടെ X/R ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അത് നമ്മളവിടെ ഇക്വേറ്റ് ചെയ്തു. എന്നിട്ട് ഈ ബീമിൻ്റെ ഒരു സൈഡ് നമ്മൾ കൺസിഡർ ചെയ്യുക. സൈഡ് കൺസിഡർ ചെയ്തിട്ട് അതിൻ്റെ ഫോഴ്സ് നോക്കുക. ഫോഴ്സ് ഈസ് ഈക്വൽ ടു സ്ട്രെസ് ഇൻറ്റു ഏരിയ. ഇറ്റ്സ് ഈക്വൽ ടു y ഇൻറ്റു X/R ഇൻറ്റു ΔA. എന്നിട്ട് നമ്മൾ ബെൻഡിങ് മൊമെൻറ്റം കാണുകയാണ്. അതിൻ്റെ ബെൻഡിങ് മൊമെൻറ്റം ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്പ്ലേസ്മെൻറ്റ് F ഇൻറ്റു X. നമുക്ക് കിട്ടിയ F ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം നമുക്ക് കിട്ടും yx² ΔA/C. അതാണ് ബെൻഡിങ് മൊമെൻറ്റ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ടോട്ടലാണ് കാണേണ്ടത്. അപ്പോൾ അതിനെ ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ ഇൻ്റഗ്രേഷൻ yx² ΔA/R. അതിൽ നിന്ന് കോൺസ്റ്റൻസ് പുറത്തെടുത്തപ്പോൾ y/R ഇൻറ്റു ഇൻ്റഗ്രേഷൻ x² ΔA എന്ന് കിട്ടി. അതിൽ x² ΔA എന്ന് പറഞ്ഞാൽ അത് AK² ആണ്. അതായത് I ആണ്. ജോമെട്രിക്കൽ മൊമെൻറ്റ് ഓഫ് ഇനേഷ്യ ഓഫ് ബീം. അപ്പോൾ നമ്മൾ ആ ഇക്വേഷൻക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ബെൻഡിങ് മൊമെൻറ്റ് എന്താണെന്ന് കിട്ടും? ബെൻഡിങ് മൊമെൻറ്റ് ഈസ് ഈക്വൽ ടു YI/R അല്ലെങ്കിൽ YAK²/R എന്ന് നമുക്ക് കിട്ടി. അതാണ് ബെൻഡിങ് മൊമെൻറ്റ് ഓഫ് ബീം. ഇനി പറയുന്നത് ഐഫോം ഗേഡേഴ്സ് ആണ്. അത് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഒരു ബീമിന് ഹെവി ലോഡ്സ് വരുമ്പോൾ അവിടെ ഇലോങ്ങേഷനും കംപ്രഷനും ഒക്കെ നടക്കുന്നുണ്ട് എന്ന്. അപ്പോൾ അങ്ങനെ നടക്കുമ്പോൾ അതിൻ്റെ അപ്പർ എൻഡിലും ലോവർ എൻഡിലും സ്ട്രെസ് എന്ന് പറയുന്നത് മാക്സിമം സ്ട്രെസ് ആവും. അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഐ ഫോമിലുള്ള അയൺ ഗേഡേഴ്സ് ആണ് യൂസ് ചെയ്യുക.
അങ്ങനെ ഐ ഫോമിൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഹൈ ബെൻഡിങ് മൊമെൻറ്റ് കിട്ടും. അതുകൊണ്ട് തന്നെ അതിന് ഹെവി ലോഡ് താങ്ങുമ്പോൾ അവിടെ എന്തുണ്ടാവില്ല, അങ്ങനെ ഒരു ഇലോങ്ങേഷനോ അല്ലെങ്കിൽ കംപ്രഷനോ ഒന്നും നടക്കില്ല. അടുത്ത ഹെഡിങ് ആണ് കാൻഡിലെവർ. കാൻഡിലെവർ എന്ന് പറഞ്ഞാൽ ഒരു ഹോറിസോണ്ടൽ ബീം. ഒരു ഹോറിസോണ്ടൽ ബീമിൻ്റെ ഒരു എൻഡ് ഫിക്സഡും ഒരു എൻഡ് ഫ്രീ ആയിട്ട് വിട്ടേക്കാണ്. ആ ഫ്രീ ആയിട്ട് വിട്ട എൻഡിൽ നമ്മളൊരു വെയിറ്റ് mg ലോഡ് കൊടുക്കുക. അതാണ് കാൻഡിലെവർ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ അവിടെ അങ്ങനെ ഒരു വെയിറ്റ് കൊടുക്കുമ്പോൾ നമ്മൾ ആ ബീമിൻ്റെ ലെങ്ത്ത് ഇവിടെ എല്ലാക്കിയിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മളിവിടെ ഒരു കാൻഡിലിവർ കൊടുക്കുമ്പോൾ അവിടെ എന്തുണ്ടാവും, ആ ബീം ബെൻഡ് ചെയ്യും. ആ ബീം ബെൻഡ് ചെയ്യുമ്പോൾ അവിടെ ഈ ഫിഗർ കണ്ടില്ലേ, ആ ബി ഉള്ളത് ബി ഡാഷിലേക്ക് എത്തും. അതാണ് കാൻഡിലിവർ ലോഡഡ് അറ്റ് ഫ്രീ എൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇലാസ്റ്റിസിറ്റി ചാപ്റ്റർ കഴിഞ്ഞു. താങ്ക്